കൊല്ലങ്ങൾ നോവൽ. പേജ് 1. കൊല്ലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ബന്ധുഗൃഹത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന മഹാകൊതിയൻ. ഒരു യൂട്യൂബ് നോവൽ. രചന സെഡ്. തീയതി 17/3/2026 5 AM. കോപ്പി ഒരെണ്ണം മാത്രം. ആമുഖ പ്രാരംഭം. കൊല്ലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ബന്ധുഗൃഹത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ആ മഹാകൊതിയൻ. കൊതി മറ്റൊന്നിനുമല്ല, തൻ്റെ ആദ്യ സന്താനം പെറുമോ എന്നറിയാൻ. പങ്കജാക്ഷക്കുറുപ്പിൻ്റെ വീടിൻ്റെ പടിക്കലെ പായ്ക്കൈത വേലിക്കരിയിൽ ആ കൊല്ലകുമാരൻ ഒളിച്ചിരുന്നു. സിനിമാ സംവിധായകൻ അടൂരിൻ്റെ തലക്കന ജന്മം. സിനിമാ സംവിധായകൻ അടൂരിൻ്റെ തലക്കനം ജന്മം നൽകിയ സമ്മാനമാണ്. കുലുങ്ങിച്ചിരിയും നെഞ്ചുവളയ്ക്കലും അമിതമല്ല, മിതമാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കിട്ടാവുന്ന കടകളിൽ മുഴുവൻ കയറിയാണ് കാലയവനികയിൽ കഴിച്ചു കൂട്ടുവാനുള്ള പണപണ്ടാദികൾ സമ്പാദിച്ചത്. കൊല്ലങ്ങൾ ഇത്ര കാത്തിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും സന്തതികൾ പിറവിയെടുത്തിട്ടും ഒന്നാമത്തെ കുഞ്ഞു മാത്രം പെറ്റോ പെറ്റില്ലയോ എന്നറിയാതെ കൊല്ലകുമാരൻ മരക്കുറ്റി ചുവട്ടിൽ മുക്കിയും മൂളിയും മുറുമിയും മുറുകിയും അയഞ്ഞും മുക്കറയിടുന്നു. 3 വീടിനപ്പുറം 3/4 ഏക്കറിൽ കുറയാത്ത തൊടിയോട് കൂടിയ വീട്. 3 വീടിനപ്പുറം 3/4 ഏക്കറിൽ കുറയാത്ത തൊടിയോട് കൂടിയ വീട് കെട്ടിക്കൊടുത്തത് മനയ്ക്കലെ പാപ്പാനാണ്. പാപ്പാൻ്റെ ആനയെ അവിടെ വെച്ചാണ് ആദ്യമായി അവനെ ഞാൻ കണ്ടത്. പാപ്പാൻ്റെ ആനയെ അവിടെ വെച്ചാണ് അവസാനമായി ഞാൻ കണ്ടത്. മിണ്ടാക്കൊല്ലകുമാരൻ മിണ്ടാണ്ടിരുന്ന് കോഴിക്കാല് വിഴുങ്ങുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിൻ്റെ മഹാശത്രുവാണ് ഞാൻ. ചെത്തിപ്പുഴക്കാരിയെ പണ്ട് കാണാൻ നമ്മൾ ഒന്നിച്ചാണ് പോയത്. വഴി പറഞ്ഞു തന്നത് വരാക്കുന്നിലെ കാവിൻ്റെ നടുവിലെ സന്യാസശ്രേഷ്ഠനായിരുന്നു. അയാൾ ഇന്നും മരിച്ചിട്ടില്ല, ഇനി മരിക്കുകയുമില്ല. അത്രയ്ക്ക് സരസനാണ്. ജീവിതത്തിൽ വിരസതയില്ലാതിരിക്കാൻ പ്രസവാരിഷ്ടങ്ങൾ പകരുന്ന മഹാവൈദ്യനാണ് അയാൾ. അയാളുടെ ഒട്ടുപാൽ കഷായത്തിൽ
അയാളുടെ ഒട്ടുപാൽ കഷായത്തിന് അന്നത്തെ വില 6666 രൂപയായിരുന്നു. അത് മാറ്റി തിളപ്പിക്കാൻ ഇരുചക്രവാഹനത്തിൽ 3 പറ്റം കുന്നേറി വന്നിരുന്നു. അവരുടെ ജേതാവ് അഞ്ചനാട്ടെ മഹാവിശുദ്ധ ആചാര്യ പ്രൊഫസർ പുത്രനായിരുന്നു. അവസാനം അദ്ദേഹം ഉൾക്കൊള്ളുന്ന ത്രിമൂർത്തി സംഘം അല്ല, പരിശുദ്ധ തൃത്വം കടുക്കറ വന്ന് ധ്യാനിപ്പിച്ചു. പ്രവചനം പോലെ നാട് മുഴുവൻ ശുദ്ധമായി. ചെറിയാൻ ഫിലിപ്പും CJ മാടപ്പാട്ടും അഞ്ചനാട്ട് ജോയിയും ചേർന്ന പരിശുദ്ധ ത്രിത്വധ്യാനം ഫലം കണ്ടു, നിറം പൂണ്ടു. ആ മഹത് സംഭവങ്ങൾ അറിയാവുന്ന SP കോളേജുകാർ 4 പേരിൽ കൂടുതലില്ല. ഒന്ന് ഞാനും, പിന്നെ ഞാൻ മുകളിൽ സൂചിപ്പിച്ച 3 പേരും. ഇത്രയുമെല്ലാം എഴുതിയിട്ടും കൊല്ലങ്ങൾ കാത്തിരുന്നിട്ടും ആദ്യത്തെ സന്തതി പിറന്നോ ചാവിള്ളയായോ മരിച്ചോ ഉയർത്തോ സ്വർഗാരോപണം ചെയ്തോ എന്നറിയാതെ എൻ്റെ നോവൽ തൂലിക വെട്ടി വിയർക്കുന്നു. അധ്യായം 1 ഇവിടെ തീരുന്നു. വായനക്കാർ കാത്തിരിക്കുക. ശേഷം ഭാഗം താമസിയാതെ തുടരും. സെഡ് 17/3/2026 5:30 AM തുടരും.